എന്താണ് സോഷ്യൽ ക്രൈം? സോഷ്യൽ ക്രൈമാണ്. ഒരു റെസ്റ്റോറന്റ് ഓണർ അയാളുടെ ബിസിനസ് നെഗറ്റീവായിട്ട് ചെയ്യുവാണെങ്കിൽ അയാൾ ചെയ്യുന്നത് സോഷ്യൽ ക്രൈമാണ്. എന്താണ് സോഷ്യൽ ക്രൈം? മറ്റൊരുത്തന്റെ ശരീരം, ഹെൽത്തിനെ ഇൻഡയറക്റ്റ് ആയിട്ട് നശിപ്പിക്കുവാണ്. നമ്മളിപ്പോൾ നേരിട്ട് വന്നിട്ട് നിങ്ങളൊരു കത്തിയെടുത്ത് കുത്തിയാൽ എൻ്റെ പേരിൽ നിങ്ങൾ കേസ് കൊടുക്കൂലേ? ക്രൈം അല്ല അത്. അതേപോലെ തന്നെ ഭക്ഷണം തന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലും ക്രൈം തന്നെയാണത്. നിങ്ങളെ വയറിനോ ഇന്റേണൽ ഓർഗൻസിനോ എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് പറ്റിയാൽ ദാറ്റ് എ സോഷ്യൽ ക്രൈമാണ്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി ഭയങ്കര പുണ്യമുള്ള പ്രവൃത്തിയാണ്, ഏറ്റവും പുണ്യമുള്ള. പക്ഷേ അത് നല്ലതല്ലെങ്കിലോ ഇത്രത്തോളം അല്ലെ ക്രിമിനൽ ആയിട്ടുള്ള വേറൊരു ആക്ടിവിറ്റീസ് ഇല്ല. ഇത്രയും ശാപം കിട്ടുന്ന, ഇത്രത്തോളം നമുക്ക് തലമുറകളായിട്ട് നമുക്ക് പണി കിട്ടുന്ന ഇത്രയും നല്ലൊരു സാധനം വേറെ ഇല്ല. എന്നാലോ നല്ലതാണെങ്കിലോ ഇത്രത്തോളം ആളുടെ ഉള്ളിൽ നിന്ന് സ്നേഹത്തോടു കൂടെ ഗ്രാറ്റിറ്റ്യൂഡ് തരുന്ന വേറെ സംഭവമില്ല. സോണോ അല്ലെ? അങ്ങനെയല്ലേ? ഭക്ഷണം കഴിച്ചതിന് ശേഷം ആൾക്കാരുടെ ആ ഒരു ഉള്ളിൽ നിന്ന് വരുന്ന, കാരണം എല്ലാവർക്കും വയറ് നിറക്കാൻ പറ്റും. ഉസ്താദ് ഹോട്ടലിൽ പറഞ്ഞതുപോലെ തന്നെ മനസ്സ് നിറക്കണേ കുറച്ച് പാടാ അല്ലെ? വയറ് നിറക്കാൻ നമുക്ക് പറ്റും, ഏത് ഫുഡുണ്ടാക്കി വയറ് നിറച്ചു കൊടുക്കാം. പക്ഷെ മനസ്സ് നിറക്കാൻ നമുക്ക് പറ്റണം. അല്ലെങ്കിൽ നമുക്ക് വരുന്ന ഒരു സാധനം വേറെയാണ്. നിങ്ങൾക്ക് അതിന്റെ ഗൗരവം മനസ്സിലാവാത്തത് കൊണ്ടാണ്. ശരിക്കും ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ മതി. നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് ഒരു ഭക്ഷണം കഴിച്ചാൽ നമ്മുടെ വയറങ്ങ് നശിച്ചു കഴിഞ്ഞാൽ നമ്മൾ അപ്പം പ്രാവും അല്ലെ? അവനും അവന്റെ അമ്മനും അച്ഛനും ഒക്കെ പ്രാകും അല്ലെ? തലമുറ ആയിട്ട് പ്രാഗിയിട്ടേ പോരുള്ളൂ. അതുപോലെയാണ് ഭക്ഷണത്തിന് ഭയങ്കര പവറാണ്. ആ പ്രാക്ക് ശരിക്കും തട്ടും ചെയ്യും. അതിന്റെ